നിരവധി പേർ ഇപ്പോഴും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ 3 മണി വരെയാണ് സമയം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 3:20 കഴിഞ്ഞിരിക്കുന്നു. 3:45 കൂടി ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും നിരവധി പേർ ഇപ്പോഴും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മലയാള സിനിമാ മേഖല ഒന്നടങ്കം ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുടുംബാംഗങ്ങളോട് സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അങ്ങനെ വിവിധ മേഖലകളിലുള്ളവരൊക്കെ തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കണ്ടനാട് അതോടൊപ്പം തന്നെ ആശുപത്രിയിലും ഒക്കെ തന്നെ നിരവധി പേർ എത്തിയിരുന്നു. അതിനുശേഷമാണ് മൃതദേഹം ഇവിടേക്ക് എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചത് പൊതുദർശനത്തിനായി. അവിടെയും നിരവധി പേർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവർ, വിവിധ മേഖലകളിലുള്ളവർ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹത്തെ വെള്ളിത്തിരയിലൂടെ കണ്ട് സ്നേഹിച്ച ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം പ്രേക്ഷകരുമായി അദ്ദേഹം സംവദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെ അത്രത്തോളം മലയാളക്കര സ്നേഹിച്ചിരുന്നു. ആ സ്നേഹിച്ചതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ അവസാന മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യാഞ്ജലിയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേർ ഇപ്പോഴും എത്തുകയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം പങ്കുവെച്ച ആശയങ്ങൾ, സിനിമകളിലൂടെ പങ്കുവെച്ച ആശയങ്ങൾ, അതാണ് പ്രേക്ഷകർ ഏറ്റവും പ്രധാനമായും ഏറ്റെടുത്തത്. നർമ്മത്തിന് പുതിയൊരു ഭാവം വെള്ളിത്തിരയിൽ സമ്മാനിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. മാത്രമല്ല സാധാരണക്കാരുടെ വിഷയങ്ങളടക്കം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. കൂടാതെ അതൊക്കെ സാമൂഹിക വിഷയങ്ങളെ കുറിക്കുകൊള്ളുന്ന ഭാഷകളിലൂടെ അത് മുന്നിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, പ്രത്യേകിച്ചും സത്യനന്ദക്കാടുമായി ഒരുമിച്ചുള്ള സിനിമകൾ, അതൊക്കെ തന്നെ ചിരിക്കും ചിന്തയ്ക്കും ഒക്കെ പ്രാധാന്യം നൽകുന്ന സിനിമകളായിരുന്നു. കേവലം കണ്ടുപോകുന്ന സിനിമകൾക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള റിപ്പീറ്റേഷൻ വാല്യൂ, അല്ലെങ്കിൽ അത്രത്തോളം വീണ്ടും വീണ്ടും കാണാനും വീണ്ടും വീണ്ടും കാണുമ്പോഴൊക്കെ തന്നെ പുതുമയും അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ചിന്തകളെ ഉണർത്തുന്ന സിനിമകളായിരുന്നു അത് ആക്ഷേപഹാസ്യങ്ങളായ രൂപത്തിലൊക്കെ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെ പലവിധ വിഷയങ്ങളോടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളും പങ്കുവച്ചിരുന്നു. അത് വെള്ളിത്തിരയിലൂടെ മാത്രമല്ല, അല്ലാതെയും വിവിധ പരിപാടികളിലൊക്കെ തന്നെ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നിറസാന്നിധ്യമായി നിൽക്കുകയുണ്ടായിരുന്നു. വിവിധ പരിപാടികളിലൊക്കെ തന്നെ അദ്ദേഹം സജീവമായിരുന്നു. പ്രത്യേകിച്ചും ഈ ജൈവ കൃഷി പ്രോത്സാഹനം, അതോടൊപ്പമുള്ള കാര്യങ്ങൾ, ഇതിലുൾപ്പെടെ അദ്ദേഹം സമൂഹത്തിൽ നടത്തിയ ഇടപെടലുകൾ ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഏവരുടെയും മുന്നിലേക്കും ഏവർക്കും ഇടയിലേക്കും എത്തിയിട്ടുണ്ട്. ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. കഥ, തിരക്കഥ, അതോടൊപ്പം തന്നെ സംവിധാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അദ്ദേഹം കൈവച്ചു. കേവലം കൈവയ്ക്കുക മാത്രമല്ല, മറിച്ച് ആ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രാവീണ്യവും പ്രാഗൽഭ്യവും ഒക്കെ തന്നെ തെളിയിച്ചു. ലാൻഡ്മാർക്കുകളായിട്ടുള്ള ഒട്ടനവധി ചിത്രങ്ങളാണ് നമുക്ക് അദ്ദേഹം സമ്മാനിച്ചത്. ഏകദേശം 200ഓളം ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ഏകദേശം 48 വർഷത്തോളം മലയാള സിനിമാ മേഖലയിൽ നിറസാന്നിധ്യമായി തന്നെ നിലനിന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ.